അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നമ്മുടെ നാടുകളിൽ നിന്നും അതുപോലെ തന്നെ ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നും ഹജ്ജിന് വേണ്ടി ഹാജിമാർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് അൽഹംദുലില്ലാഹ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ആ ക്ഷണത്തിന് ഭാഗ്യം ലഭിച്ച ആളുകൾ ഹജ്ജിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഇനിയുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. അൽഹംദുലില്ലാഹ് വളരെ പവിത്രമായ മഹത്വമായ ദിവസങ്ങളാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് ചെയ്യുക, പരിശുദ്ധമായ ഉംറ ചെയ്യുക, പരിശുദ്ധമായ ഹജ്ജ് ചെയ്യുക എന്നുള്ളത്, അതുപോലെ തന്നെ മക്കയും മദീനയുമാകുന്ന പരിശുദ്ധമാക്കപ്പെട്ട നാട് കൺകുളിർക്കെ കാണുക, പരിശുദ്ധമായ കഅബ കാണുക എന്നൊക്കെ പറയുന്നത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എക്കാലത്തെയും ആഗ്രഹങ്ങളിലൊന്നാണ്. അതിനാഗ്രഹിക്കാത്ത മുഅ്മിനീങ്ങളില്ല, വിശ്വാസികളില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ആ വലിയ മഹാഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ആയിഷ, രാത്രി സമയമാണ്, നീ ഒരിക്കലും 4 കാര്യങ്ങൾ ചെയ്യാതെ ഉറങ്ങാൻ പാടില്ല. അതിലൊന്ന്, നീ ഖുർആൻ 30 ജുസും ഓതി തീർക്കണം. അഥവാ ആദ്യം മുതൽ അവസാനം വരെ പൂർണ്ണമായും ഓതി തീർത്ത ശേഷമേ നീ ഉറങ്ങാവൂ. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കന്മാരും നിനക്ക് വേണ്ടി ശുപാർശ ചെയ്യണം, അവരുടെയൊക്കെ ശഫാഅത്ത് നിനക്ക് കിട്ടണം. ആ രൂപത്തിലായിരിക്കണം നീ ഉറങ്ങേണ്ടത്. മൂന്നാമതായിട്ട് നീ ചെയ്യേണ്ടത്, ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളും മുഴുവൻ വിശ്വാസികളും നിനക്ക് പൊരുത്തപ്പെട്ടവരായി തീരണം. അവരുടെയൊക്കെ തൃപ്തി നീ കരസ്ഥമാക്കിയിരിക്കണം, അവരുടെ പൊരുത്തം നീ നേടിയിരിക്കണം. നാലാമതായിട്ട്, നീ ഒരു ഹജ്ജ് ചെയ്ത ശേഷമേ ഉറങ്ങാൻ പാടുള്ളൂ. ഇതും പറഞ്ഞുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസല്ല വിരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ ഒരുങ്ങി. നിസ്കാരത്തിലേക്ക് കടന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തൻ്റെ കട്ടിലിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്നു കൊണ്ട് ചിന്തിച്ചു, ഞാൻ എങ്ങനെയാണ് ഉറങ്ങുന്നതിന് മുമ്പ് ഈ 4 കാര്യങ്ങളൊക്കെ പാടെ ഞാൻ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഞാൻ ഉറങ്ങും? അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു. അവസാനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, ഞാൻ എങ്ങനെയാണ് ഈ 4 കാര്യങ്ങൾ, ഖുർആൻ 30 ജുസും ഞാൻ ഓതി തീർക്കുന്നു, അതുപോലെ തന്നെ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഞാനൊരു ഹജ്ജ് ചെയ്യുക, എന്നെക്കൊണ്ട് ഇതെങ്ങനെ സാധിക്കും? ചുരുങ്ങിയ സമയമല്ലേ ഉള്ളൂ. പുഞ്ചിരിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, വളരെ കുറഞ്ഞ സമയം മാത്രം മതി ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങളും നിന്നെക്കൊണ്ട് ചെയ്തു തീർക്കാൻ. വലിയ സമയമൊന്നും വേണ്ട. ആദ്യം ഞാൻ പറഞ്ഞു, നീ ഖുർആൻ 30 ജുസും ഓതി തീർത്ത ശേഷമേ ഉറങ്ങാവൂ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ പറഞ്ഞതിൻ്റെ സാരം, നീ ഉറങ്ങുന്നതിന് മുമ്പായി 3 ഖുൽ ഹുവല്ലാഹു സൂറത്ത് നീ ഓതണം. അതുപോലെ തന്നെ ഞാൻ രണ്ടാമതായി പറഞ്ഞു, കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കൾ, പ്രവാചകന്മാരുടെയും ശഫാഅത്ത് നിനക്ക് കിട്ടണം. അതിനുവേണ്ടി നീ ചെയ്യേണ്ടത്, എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് നീ ചൊല്ലുക. എൻ്റെ പേരിൽ ഒറ്റ സ്വലാത്ത് നീ ചൊല്ലുക. അതോടുകൂടെ നിനക്ക് മുഴുവൻ അമ്പിയാക്കന്മാരുടെയും അതുപോലെ എൻ്റെയും ശഫാഅത്ത് നിനക്ക് നാളെ ലഭിക്കും. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, ലോകത്തുള്ള മുഴുവൻ, അത് കഴിഞ്ഞുപോയതും ഇനി വരാനിരിക്കുന്നതും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതുമായ മുഴുവൻ മുഅ്മിനീങ്ങളുടെയും പൊരുത്തം, തൃപ്തി നിനക്ക് കരസ്ഥമാക്കാൻ കഴിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവർക്ക് വേണ്ടി നീ പൊറുക്കലിന് തേടുക. അവർക്കെല്ലാവർക്കും വേണ്ടി, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും വേണ്ടി നീ പൊറുക്കലിന് തേടുക. അതെങ്ങനെയാണ്? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ ഒരു ദുആ മതി. ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും അവരൊക്കെ നീ പൊരുത്തപ്പെട്ട രൂപത്തിലാകാൻ നിനക്ക് സാധിക്കുന്നതാണ്. നാലാമതായിട്ട് ഞാൻ പറഞ്ഞു, നീ ഒരു ഹജ്ജ് ചെയ്ത ശേഷമേ ഉറങ്ങാവൂ. ഒരിക്കലും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഹജ്ജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്. കാരണം ഹജ്ജ് എന്ന് പറയുന്നത് ഒരു മാസത്തിൽ മാത്രം നിക്ഷിപ്തമായ ഒരു അമലാണ്, ഒരു ഇബാദത്താണ്. അതിന് നീ ചെയ്യേണ്ടത്, നീ ഉറങ്ങുന്നതിന് മുമ്പായി
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഈ ദിക്ർ നീ ഒരു പ്രാവശ്യം ചൊല്ലിയതിന് ശേഷമേ നീ ഉറങ്ങാവൂ. അപ്പോൾ ഈ 4 കാര്യങ്ങളും എങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതുക. അതുപോലെ തന്നെ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലുക. അത് ഏത് സ്വലാത്തായിരുന്നാലും ശരി, നമുക്ക് എളുപ്പമറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലുക. അതിനുശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, ഈ ഒരു ദുആ നമ്മൾ ചെയ്യുക. ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന ഈ ദിക്റും ഒരൊറ്റ പ്രാവശ്യം നീ ചൊല്ലുക. നമുക്കറിയാം ഈ ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ഈ ദിക്റുകളുടെ സ്ഥാനത്തിൽ 2ാം സ്ഥാനത്ത് കിടക്കുന്ന ദിക്റാണ്. 1ാമത്തെ ദിക്റിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ വചനമാണ്. 2ാം സ്ഥാനം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന ഈ ദിക്റാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാര്യം ആയിഷ ബീവിയോട് പറഞ്ഞപ്പോൾ ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമായി. അവിടെ നിന്ന് പിന്നീട് ഒരിക്കൽ പോലും ഇത് ചെയ്യാതെ ഉറങ്ങിയിട്ടില്ല എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ആളുകൾക്കും അൽഹംദുലില്ലാഹ് മക്കയും മദീനയും ഹജ്ജും ഉംറയും ഒന്നും ചെയ്യാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും മറ്റു സിയാറത്ത് കർമ്മങ്ങളും ചെയ്ത് അവിടെയൊക്കെ കൺകുളിർമ കാണാനും ബറക്കത്തെടുക്കാനും സിയാറത്ത് ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.